വയലും വീടും. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം. പ്രിയമുള്ളവരെ, പ്രായഭേദമന്യേ നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഭക്ഷണമാണ് മുട്ട. ഈ മുട്ടയെ പ്രഭാത ഭക്ഷണത്തിലെ രാജാവെന്നാണ് വിശേഷിപ്പിക്കുന്നത്. അതായത് ഒരു പൂർണ്ണാഹാരം എന്ന രീതിയിലും മുട്ടയെ നമുക്ക് തിരഞ്ഞെടുക്കാം. ധാരാളം വിറ്റാമിനുകളും ധാതുക്കളും പ്രോട്ടീനും ഒത്തുചേർന്നിട്ടുള്ള മുട്ട ആരോഗ്യകാര്യത്തിൽ എന്നും മുൻപന്തിയിൽ തന്നെയാണ്. എന്നാൽ കടയിൽ നിന്ന് കിട്ടുന്ന മുട്ടകളെ മാത്രം ആശ്രയിക്കാതെ നമ്മുടെ വീട്ടുമുറ്റത്ത് 10 കോഴികളെ വളർത്തിയാൽ നമ്മുടെ ആരോഗ്യം മാത്രമല്ല, കുടുംബത്തിലെ സാമ്പത്തിക ഭദ്രതയും മെച്ചപ്പെടും. കുറഞ്ഞ ചിലവിൽ കൂടുതൽ പോഷകങ്ങൾ ഉറപ്പാക്കുന്ന മുട്ടയുടെ അത്ഭുതകരമായ ഗുണങ്ങളെക്കുറിച്ചും ശാസ്ത്രീയമായ കോഴി വളർത്തലിലൂടെ എങ്ങനെ മികച്ച ലാഭം കൊയ്യാമെന്നും ഇന്ന് നമുക്ക് വയലും വീടും പരിപാടിയിലൂടെ മനസ്സിലാക്കാം. ഈ വിഷയത്തിൽ കൂടുതൽ അറിവുകൾ പങ്കുവയ്ക്കാൻ മൃഗസംരക്ഷണ വകുപ്പിൽ നിന്ന് അസിസ്റ്റന്റ് ഡയറക്ടർ പൗൾട്രിയായി വിരമിച്ച ഡോക്ടർ പി ഗിരീഷ് കുമാറാണ് ഇന്ന് നമ്മളോടൊപ്പമുള്ളത്. നമസ്കാരം സർ. നമസ്കാരം. നമ്മുടെ ജീവിത രീതികളൊക്കെ മാറിയപ്പോൾ നമ്മുടെ ഭക്ഷണ കാര്യങ്ങളിലും മാറ്റങ്ങൾ വന്നു. ഇപ്പോൾ ഏകദേശം നമ്മുടെ ഭക്ഷണ പദാർത്ഥത്തിൽ എത്രത്തോളം കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ എത്രത്തോളം പ്രോട്ടീൻ ഉൾപ്പെടുത്തണം എന്നൊരു ധാരണ നമുക്കെല്ലാവർക്കുമുണ്ട്. അപ്പോൾ അവിടെ പ്രോട്ടീനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് എന്ന് വരുമ്പോൾ മുട്ട എന്ന് പറയുന്ന ആഹാര പദാർത്ഥത്തെ നമ്മുടെ ഭക്ഷണ കാര്യങ്ങളിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയുന്നതല്ല. അപ്പോൾ മുട്ടയിൽ എത്രത്തോളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്? മുട്ടയുടെ വെള്ളയാണ് പ്രോട്ടീൻ ഏറ്റവും സമ്പുഷ്ടമായിട്ടുള്ളത്. അതിന് 4 ഗ്രാമോളം നമുക്ക് പ്രോട്ടീൻ ലഭിക്കും. എന്നാൽ മുട്ടയുടെ മഞ്ഞയിൽ 2 ഗ്രാമോളം പ്രോട്ടീൻ നമുക്ക് ലഭിക്കും. എന്ന് പറഞ്ഞാൽ മൊത്തമായ ഒരു മുട്ടയിൽ ഏകദേശം 6 ഗ്രാമോളം പ്രോട്ടീൻ നമുക്കുണ്ടാവും. മനുഷ്യന് ദിനംപ്രതി എത്ര പ്രോട്ടീൻ്റെ ആവശ്യം വരുന്നുണ്ട്? അദ്ദേഹത്തിൻ്റെ ശരീര തൂക്കം എത്രയാണോ അത്രയും ഗ്രാം പ്രോട്ടീൻ എന്ന് നമുക്ക് ചുരുക്കത്തിൽ പറയാം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു 70 കിലോ ഉള്ള ഒരാൾക്ക് 70 ഗ്രാം മുതൽ 140 ഗ്രാം വരെ പ്രോട്ടീൻ ഒരു ദിവസം അദ്ദേഹത്തിന് വേണം. മുലപ്പാൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യന് പ്രകൃതിയാൽ തന്നെ ലഭ്യമാകുന്ന ഏറ്റവും പോഷക സമ്പുഷ്ടമായ ഒരു ആഹാരം എന്ന രീതിയിൽ നമുക്ക് മുട്ടയെ കാണാനായിട്ട് സാധിക്കുമോ? തീർച്ചയായും. കാരണം മുട്ടയുടെ ബയോളജിക്കൽ അവൈലബിലിറ്റി അത് 96% എന്ന് പറഞ്ഞാൽ ഒരു മുട്ട നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അതിൽ 96% അത് ശരീരത്തിന് ഗുണകരമായ രീതിയിൽ ആഗിരണം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രാധാന്യം. അപ്പോൾ മുലപ്പാൽ കഴിഞ്ഞാൽ 96% ബയോളജിക്കൽ വാല്യൂ ഉള്ള മറ്റൊരു ഭക്ഷ്യപദാർത്ഥമില്ല എന്നതാണ് മുട്ടയുടെ ഏറ്റവും സവിശേഷത. ഓരോന്നിനും ഇമ്പോർട്ടൻസ് വരുമ്പോൾ നമ്മൾ കാണാറുണ്ട്, ഓരോ ദിനമായിട്ട് ആചരിക്കാറുണ്ട്. ഇപ്പം ജൂൺ 5 പരിസ്ഥിതി ദിനമായിട്ട് ആഘോഷിക്കുന്നു. അപ്പം അതുപോലെ ഈ മുട്ടയുടെ പ്രാധാന്യം ഉൾക്കൊണ്ട് മുട്ടയ്ക്ക് വേണ്ടിയിട്ടൊരു ദിനം അങ്ങനെയൊന്നുണ്ടോ? അങ്ങനെയൊന്നുണ്ട്. അതായത് ഒക്ടോബർ 11 ഈ വർഷത്തെ ലോകമുട്ട ദിനം. അത് അടുത്ത വർഷം വരുന്നത് അതേ തീയതി ആയിരിക്കില്ല. ശരിക്കും അത് ആചരിക്കുന്നത് ഒക്ടോബർ മാസത്തെ 2ാമത്തെ വെള്ളിയാഴ്ച എന്നുള്ള രീതിയിലാണ്. 1996 മുതലാണ് ഇത് ആചരിക്കാൻ തുടങ്ങിയത്. ഇത് വിയന്നയിൽ ഉള്ള ഒരു കോൺഫറൻസിലാണ് ഇങ്ങനെ ഒരു തീയതിയും പോഷകമൂല്യമുള്ള ഈ മുട്ടയെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ദിനമായിട്ട് ഇതിനെ ആചരിച്ചു തുടങ്ങിയത്. മുട്ടത്തോട് ശേഖരിച്ചിട്ട് ഇപ്പൊ റോസാ ചെടികളൊക്കെ നന്നായി പൂക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയാലും മുട്ടത്തോടിടും. ഇപ്പൊ കോഴിക്ക് തന്നെയാണെങ്കിലും കാൽഷ്യത്തിന്റെ ഒരു കുറവുണ്ടെങ്കിൽ ഈ മുട്ടത്തോട് പൊടിച്ചു നൽകുക എന്നുള്ള ഒരു ഇതുകൂടിയുണ്ട്. അപ്പൊ അത്രയ്ക്കും കാൽസ്യത്തിന്റെ അളവ് അതിൽ കൂടുതലുണ്ടോ? കാൽഷ്യത്തിന്റെ അളവ് മുട്ടത്തോടിലുള്ളത് ശരിക്കും നമുക്ക് ഭക്ഷ്യയോഗ്യമല്ലാത്തത് കൊണ്ട് നമ്മൾ അതിനെപ്പറ്റി പറയാറില്ല. പക്ഷേ മുട്ടയുടെ ഉള്ളിൽ തന്നെ കാൽഷ്യവും ഫോസ്ഫറസും അതുപോലെ തന്നെ അയൺ, സെലീനിയം ഇതൊക്കെ ധാതുലവണങ്ങളിൽ സമ്പുഷ്ടമായിട്ടുള്ളത് മുട്ടയുടെ മഞ്ഞയിലാണ്. അപ്പം അത് നമുക്ക് ഭക്ഷ്യയോഗ്യമായി തന്നെ കിട്ടും. അതിന് മുട്ടയുടെ തോടും കാര്യങ്ങളൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റില്ല എങ്കിൽ പോലും നേരത്തെ പറഞ്ഞതുപോലെ അത് ചെടികൾക്ക് വളമായിട്ടൊക്കെ കൊടുക്കാം. എന്നാൽ മുട്ടയുടെ ഉള്ളിൽ തന്നെ നമുക്ക് ഭക്ഷ്യയോഗ്യമായ കാൽഷ്യവും ഫോസ്ഫറും
അവൈലബിൾ ആണ്. കുട്ടികളാണെങ്കിലും ചിലർക്ക് അതിൻ്റെ വെള്ള മാത്രം കഴിക്കുക, മഞ്ഞ മാറ്റി വയ്ക്കുക എന്നൊരു രീതിയുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ വെള്ളയിലുള്ളതും മഞ്ഞക്കരുവിലുള്ളതും രണ്ടും രണ്ടായിട്ടുള്ള കാര്യങ്ങളാണ്. അതൊന്ന് പറയാൻ പറ്റുമോ? വെള്ളയിൽ അടങ്ങിയിരിക്കുന്നത് എന്താണ്? വെള്ള പ്രധാനമായിട്ടും അത് ആൽബുമിനാണ്. അത് പ്രോട്ടീൻ റിച്ച് ആണ്. അതിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടീനുകളൊക്കെ അമിനോ ആസിഡുകൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് ശരീരത്തിൽ ആവശ്യമുള്ള പ്രധാനപ്പെട്ട 9 അമിനോ ആസിഡുകളുടെ ഒരു ശേഖരം തന്നെയാണ് മുട്ടയിലെ ആൽബുമിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മുട്ടയുടെ വെള്ള കഴിച്ചു കഴിഞ്ഞാൽ എല്ലാ അമിനോ ആസിഡുകളും ഉള്ളത് കൊണ്ട് തന്നെ ആവശ്യമുള്ളതെല്ലാം ലഭിക്കുന്നതെന്ന് മാത്രമല്ല വയറ് നിറഞ്ഞതായിട്ടുള്ളൊരു ഫീലിങ്ങും കൂടി നമുക്കുണ്ടാവും. അതാണ് മുട്ടയുടെ വെള്ളയിൽ. ഇനി മുട്ടയുടെ മഞ്ഞ പരിശോധിച്ച് കഴിഞ്ഞാൽ 2 ഗ്രാം പ്രോട്ടീൻ മുട്ടയുടെ മഞ്ഞയിലുണ്ട്. ഇത് പ്രോട്ടീൻ മാത്രമല്ല, മഞ്ഞയിലാണ് ബാക്കിയുള്ള വൈറ്റമിൻസും മിനറൽസും അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസ് ഇതെല്ലാം നിറഞ്ഞു കിടക്കുന്നത് മുട്ടയുടെ മഞ്ഞയിലാണ്. പക്ഷെ പലപ്പോഴും കൊളസ്ട്രോൾ എന്ന് പറഞ്ഞിട്ട് ആളുകൾ മഞ്ഞയെ മാറ്റി നിർത്താറുണ്ട്. ആക്ച്വലി മുട്ടയിലുള്ള ഫാറ്റ് എന്ന് പറയുന്നത് വളരെ നല്ല ഫാറ്റാണ്. ശരിക്കും പറഞ്ഞാൽ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് എന്ന് പറഞ്ഞാൽ അപൂരക കൊഴുപ്പ്. ഇതാണ് മുട്ടയുടെ മഞ്ഞയിലുള്ളത്. അപ്പോൾ നമുക്ക് LDL HDL എന്ന് പറഞ്ഞിട്ട് നമ്മൾ പലപ്പോഴും കൊളസ്ട്രോൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ലാബിൽ റിപ്പോർട്ടിൽ ഇയാൾക്ക് ഇത്ര LDL ഉണ്ട്, ഇത്ര HDL ഉണ്ട് എന്ന് പറയാറില്ലേ. HDL നല്ലതാണ് എന്ന് എല്ലാവർക്കും അറിയാം. ഈ HDL ഉൽപ്പാദിപ്പിക്കാൻ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡാണ് വേണ്ടത്. ഈ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡാണ് മുട്ടയുടെ മഞ്ഞയിൽ കൂടുതലുള്ളത്. അപ്പോൾ ഇപ്പോൾ പറയുന്നത് മുട്ടയുടെ മഞ്ഞ കഴിച്ചാൽ അത് ആരോഗ്യത്തിന് നല്ലതാണ്, പ്രധാനമായിട്ട് ഹൃദയാരോഗ്യത്തിന് വളരെ നല്ലതാണ് എന്നാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള പഠന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും മുട്ടയെ മഞ്ഞയെ മാറ്റി നിർത്തരുത് എന്നതാണ് നമ്മൾ അനുവർത്തിക്കേണ്ട ഒരു ചിന്ത. നമുക്കൊരു ദിവസം എത്ര മുട്ട കഴിക്കാൻ പറ്റും? ഇപ്പോൾ ഒരു 70 കിലോ ഉള്ള ഒരാൾക്ക് 70 ഗ്രാം വരെ പ്രോട്ടീൻ വേണമെന്ന് പറഞ്ഞു. പക്ഷേ ICMR റെക്കമെൻഡ് ചെയ്യുന്നത് 2 ദിവസം കൂടുമ്പോൾ ഒരു മുട്ട എങ്കിലും കഴിക്കണം എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരു മുട്ടയെ കഴിക്കാവൂ എന്നല്ല, ഒരു മുട്ട എങ്കിലും 2 ദിവസം കൂടുമ്പോൾ കഴിക്കണം എന്നാണ്. എന്നാൽ നാഷണൽ എഗ് കോർഡിനേഷൻ കമ്മിറ്റി റെക്കമെൻഡ് ചെയ്യുന്നത് ദിവസവും ഒരു മുട്ടയെങ്കിലും കഴിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമമാണത് നമ്മുടെ ഒരു ആവശ്യത്തിന് വേണ്ടി. എത്ര കൂടുതൽ കഴിക്കാമെന്നുള്ളത് നമ്മൾ ബാക്കിയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ എത്ര ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നു എന്നുള്ളതിനെ അടിസ്ഥാനമാക്കി ചുരുങ്ങിയത് ഒരു മുട്ടയെങ്കിലും കഴിക്കണം എന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം അധികമാകും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ഗർഭിണികളായ സ്ത്രീകളുടെ ഭക്ഷണക്രമത്തിലായാലും മുട്ടയുടെ പ്രാധാന്യം വളരെ കൂടുതലാണല്ലോ. അപ്പോൾ അതെന്തായിരിക്കും അങ്ങനെ ഒരു ഇമ്പോർട്ടൻസ് പറയാനുള്ള കാരണം? പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസിന് എല്ലാവർക്കും ഫോളിക് ആസിഡ് ടാബ്ലറ്റുകൾ കൊടുക്കാറുണ്ട്. ആക്ച്വലി നമുക്ക് നാച്ചുറലി ഫോളിക് ആസിഡ് മുട്ടയിൽ അവൈലബിൾ ആണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുപോലെ തന്നെ കൊളീൻ എന്ന് പറയുന്നത് ഇപ്പോൾ വൈറ്റമിനിൽ പെടുത്തിയിരിക്കുന്ന ഒരു സാധനമുണ്ട്. അപ്പോൾ ഈ കൊളീനും നമ്മുടെ മുട്ടയിൽ ധാരാളമായിട്ടുണ്ട്. ഇതൊക്കെ ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി സഹായിക്കുന്ന 2 പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. അപ്പം കൊളീൻ കൂടുതലായിട്ട് മുട്ടയിലുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ മുട്ട കഴിക്കുന്ന ആളുകൾക്ക് മൂഡ് വേരിയേഷൻസ് ഒക്കെ കുറയും. അതുപോലെ തന്നെ ഈ ഡിപ്രഷൻസ് കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഈ ഡെഫിഷ്യൻസി ആയിരിക്കും ആളുകളുടെ ഡിപ്രഷനും മൂഡ് വേരിയേഷനും ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പം മുട്ട സ്ഥിരമായിട്ട് കഴിക്കുന്ന ആളുകളുടെ മെൻ്റൽ ഹെൽത്തും കൂടി നല്ലതായിരിക്കും നമുക്ക് എപ്പോഴും പറയാൻ പറ്റും. അപ്പം നമ്മുടെ ഒരു ശരാശരി കണക്കെടുത്ത് നോക്കുമ്പോൾ ഇത്രയും പ്രാധാന്യമുള്ള ഈ ഒരു മുട്ട ഉൽപ്പാദനത്തിൽ നമ്മുടെ കേരളത്തിൻ്റെ നിലവിലുള്ള സ്ഥാനം എന്താണ്? ആക്ച്വലി കേരളത്തിൽ മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചിട്ട് കേരളത്തിൻ്റെ സ്ഥാനം വളരെ വളരെ പുറകിലാണെന്നേ പറയാൻ പറ്റും. 65% മുട്ടകൾ ഉൽപ്പാദിപ്പിക്കുന്നത് ആന്ധ്രാപ്രദേശ്, അതുപോലെ തന്നെ തമിഴ്നാട്. ഏറ്റവും കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആന്ധ്രാപ്രദേശിൽ നിന്നാണ്. പിന്നെ തമിഴ്നാട് വരുന്നുള്ളൂ. പിന്നെയാണ് നമുക്ക് തെലുങ്കാന വരുന്നത്, പിന്നെ വെസ്റ്റ് ബംഗാൾ, അതിനുശേഷം കർണാടക. ഇങ്ങനെയാണ് അതിൻ്റെ. കേരളം വളരെ വളരെ പുറകിലാണ്. നമ്മളാകെ 2.95% മാത്രമേ ഈ മുട്ട ഉൽപ്പാദനത്തിൽ നമ്മുടെ ഒരു കോൺട്രിബ്യൂഷൻ ഉള്ളൂ. അതാണ് നമ്മുടെ അവസ്ഥ. വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു വർഷം 560 കോടിയോളം മുട്ടകളാണ് കേരളത്തിൽ കഴിക്കുന്നത്. അതിൽ 260 കോടി മുട്ട മാത്രമേ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. ബാക്കിയുള്ള 300 കോടിയോളം മുട്ടകൾ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണ് വരുന്നത്. എന്ന് പറഞ്ഞാൽ അന്യ സംസ്ഥാനത്ത് നമ്മളാണ് തീറ്റിപ്പോറ്റുന്നത് അർത്ഥം, വേറെ രീതിയിൽ പറഞ്ഞാൽ. അപ്പോൾ ഈ 300 കോടി മുട്ടകളുടെ ഷോർട്ടേജ് നമുക്ക് എന്തായാലും ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഇത്രയും 300 കോടി മുട്ട ഇൻറ്റു ഒരു 10 രൂപ കൂട്ടിയാൽ അത്രയധികം പൈസ നമ്മുടേത് മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോവുകയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ. ഇത് ഗവൺമെൻറ് വളരെ ഗൗരവത്തിലെടുക്കുകയും ഈ ഉൽപ്പാദന രംഗത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കേരളത്തിൽ തന്നെ മുട്ട ഉൽപ്പാദിപ്പിക്കാൻ പറ്റിയാൽ നമ്മുടെ പൈസ ഒരു വലിയൊരു ശതമാനം നമ്മുടെ ആളുകളുടെ പണവും നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഉണ്ടാവും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഗവൺമെൻറ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായത്.
ഇത്രയും പോഷകമൂല്യമായ ഈ മുട്ട നമ്മുടെ വീട്ടിൽ നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഉൽപ്പാദിപ്പിക്കാനായിട്ട് ഏതൊരാൾക്കും കഴിയും എന്നുള്ളതാണ് തോന്നുന്നത്. പണ്ടൊക്കെ ആണെങ്കിലും ഒരു കൊട്ടയുടെ അടിയിൽ 1-2 എണ്ണത്തെ ഇട്ട് വളർത്തി നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള മുട്ട ഉൽപ്പാദിപ്പിച്ചിരുന്ന ഒരു കാലമുണ്ട്. ഇന്നിപ്പോൾ അതിൽ നിന്നൊക്കെ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എന്നിരുന്നാൽ കൂടിയും നമുക്ക് ഈ ഒരു മേഖലയിലേക്ക് പുതുതായി ഒരാൾക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം എന്നുള്ളതിനെ കുറിച്ച് ഇനി ചർച്ച ചെയ്യാമെന്ന് തോന്നുന്നു. യെസ്. അപ്പോൾ വളരെ നല്ല ഒരു ചോദ്യമാണിത്. ഇതിലേക്ക് കടക്കുമ്പോൾ കർഷകൻ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അയാൾക്ക് ആവശ്യത്തിന് സ്ഥലമുണ്ടോ, പുറത്തഴിച്ച് വിട്ടാണോ അയാൾ വളർത്തുന്നത്, അതോ കൂട്ടിലാണോ വളർത്തുന്നത്. അപ്പോൾ പുറത്തഴിച്ച് വിട്ട് വളർത്താൻ അയാൾക്ക് സാധിക്കും, അയാൾക്ക് ആവശ്യത്തിന് ഭക്ഷ്യാവശിഷ്ടങ്ങളൊക്കെ അയാൾക്ക് ലഭ്യമാക്കാൻ പറ്റുന്ന ഒരു കർഷകനാണെങ്കിൽ അയാൾക്ക് പുറത്തഴിച്ച് വിട്ട് വളർത്താൻ പറ്റുന്ന ഗ്രാമശ്രീ ഇനത്തിൽപ്പെട്ട കോഴികൾ അല്ലെങ്കിൽ കാവേരി, ഇതൊക്കെ നമ്മുടെ മേഖല കോഴി വളർത്തൽ കേന്ദ്രത്തിൽ ലഭ്യമാണ്. അപ്പോൾ അല്ലെങ്കിൽ എഗ് നഴ്സറികളിൽ ലഭ്യമാണ്. അത്തരം കോഴികളെ വളർത്തുന്നതായിരിക്കും നല്ലത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അതിൽ അവർക്ക് 50% തീറ്റ മാത്രമേ കൊടുക്കേണ്ടതായിട്ടുള്ളൂ. ബാക്കിയുള്ള 50% കോഴികൾ ഈ വേസ്റ്റിൽ നിന്നും മറ്റും ആയിട്ട് ശേഖരിക്കും. അപ്പോൾ ഈ കോഴികളുടെ ഒരു പ്രധാനപ്പെട്ട ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗപ്രതിരോധ ശേഷി വളരെ കൂടുതലാണ്, കൊത്തിത്തിന്ന് വളരാൻ പറ്റിയ കോഴികളാണ്. പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 180 മുട്ടയെ ഒരു വർഷത്തിൽ ലഭിക്കുള്ളൂ പരമാവധി. ഇനി കൂട്ടിലിട്ട് വളർത്താൻ മാത്രമേ പറ്റുള്ളൂ എന്നാണ് പറയുന്നതെങ്കിൽ പുറത്തഴിച്ചു വിട്ട് വളർത്തുന്ന സ്ഥലമില്ല, ടെറസിൻ്റെ മുകളിൽ വളർത്തണം എന്നൊക്കെയാണെങ്കിൽ മുഴുവൻ തീറ്റയും കർഷകൻ തന്നെ നൽകേണ്ടതായിട്ടുണ്ട്. അപ്പം അങ്ങനെ മുഴുവൻ തീറ്റയും നൽകുമ്പോൾ സ്വാഭാവികമായിട്ടും നല്ല ഉൽപ്പാദനശേഷിയുള്ള കോഴികളാണ് വളർത്തേണ്ടത്. അങ്ങനെ വരുമ്പോൾ BV380 പോലത്തെ അല്ലെങ്കിൽ ഹൈലൈൻ അല്ലെങ്കിൽ ഇൻഡുബ്രോ ലെയർ ഇത്തരം കോഴികൾ ഏകദേശം ഒരു 300 മുട്ട അതിൽ കൂടുതൽ മുട്ടകൾ തരും. അപ്പോൾ ഏകദേശം ഇതിൻ്റെ ഇരട്ടിയോളമായി അതേ തീറ്റ തന്നെയാണ് നൽകേണ്ടത്. പക്ഷേ ഇത് തീറ്റ മാത്രം നൽകുന്നത് കൊണ്ട് നമുക്ക് ഇതാണ് ലാഭകരമായിട്ട് പോകുക. മാത്രമല്ല ബ്രൗൺ മുട്ടകളായതുകൊണ്ട് നല്ല വിലയും കിട്ടുന്നുണ്ട്, നല്ല ക്വാളിറ്റി മുട്ടയും കൂടിയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇപ്പോൾ സാറ് പറഞ്ഞു നമ്മൾ ഇനങ്ങളെ തിരഞ്ഞെടുക്കേണ്ട ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങൾ. ഈ പലപ്പോഴും നമുക്ക് കോഴിക്കുഞ്ഞുങ്ങളെ വിൽക്കാനായിട്ട് തലച്ചുമടുമായിട്ട് പലരും വരുന്നത് കാണാം. അപ്പം അങ്ങനെ ഒരു നല്ല ചോദ്യം. അപ്പം അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് നമ്മൾ നടത്തുന്നത് അത്ര ശരിയല്ല എന്ന് തോന്നുന്നു, അല്ലേ? അംഗീകൃത ഫാമുകളിൽ നിന്ന്. വളരെ കൃത്യമായ ചോദ്യമാണ്. ഈ ചോദ്യം ചോദിച്ചതിന് സത്യം പറയാൻ ഞാൻ നന്ദി പറയാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ പലപ്പോഴും ആളുകൾ നല്ല രീതിയിൽ കോഴികളെ വളർത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇതൊന്ന് നന്നാക്കണം തോന്നുക. ഓക്കെ, അപ്പം സൈക്കിളിലൂടെ ആൾക്കാർ കോഴീനെ കൊണ്ടുപോകുമ്പോൾ അവിടുന്ന് കുറച്ച് കോഴീനിങ് വാങ്ങും. അപ്പോൾ ഈ കോഴീനെ ഇതിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ടാണ് വളർത്തുക. മറ്റ് കോഴികൾക്ക് വാക്സിൻ കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ, അതിൻ്റെ ആരോഗ്യസ്ഥിതി എന്താണ് ഒന്നും നമുക്കറിയില്ല. മാത്രമല്ല ഒരു അശാസ്ത്രീയ രീതിയിലുള്ളത് പല ഏജ് ഗ്രൂപ്പിലുള്ള കോഴികളെ ഒന്നിച്ച് വളർത്താൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിനാവശ്യമുള്ള തീറ്റ ചിലപ്പം കിട്ടില്ല. ഇനിയിപ്പോൾ ഈ കോഴികൾക്ക് വാക്സിൻ കൊടുത്തോ ഇല്ലയോ എന്നുള്ള അറിയാത്തത് കൊണ്ട് എന്തെങ്കിലും അസുഖം ഈ കോഴികൾക്ക് വന്നാൽ ഇത് നമ്മുടെ ആരോഗ്യമുള്ള നേരത്തെയുള്ള കോഴികൾക്കും കൂടി വന്ന് അവസാനം ഈ കോഴികളും നേരത്തെയുള്ള കോഴികളും എല്ലാം കൂടി ഇല്ലാതാവുന്നൊരു സ്ഥിതി വിശേഷമാണ് പലപ്പോഴും നമ്മൾ ഫീൽഡിൽ കാണുന്നത്. അതുകൊണ്ട് വാക്സിനേറ്റ് ചെയ്ത് കൃത്യമായിട്ടും ഉറപ്പുള്ള കോഴികളെ മാത്രം വാങ്ങുക, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഈ സൈക്കിളിൽ വിൽക്കുന്ന ആളുകൾ പലപ്പോഴും മെയിൽസിനെയാണ് കാണാറ്. അത് കൂടാതെ എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രശ്നവും കൂടി നമ്മൾ അഭിമുഖീകരിക്കാറുണ്ട്. അപ്പോൾ ഒരു വ്യക്തമായിട്ടും ഒരു ശരിയായ ഒരു സ്ഥലത്ത് നിന്ന് മാത്രം നമുക്ക് വീണ്ടും വീണ്ടും ബന്ധപ്പെടാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് നിന്ന് മാത്രമേ കോഴികളെ വാങ്ങാൻ പാടുള്ളൂ. നമുക്കിപ്പോൾ കോഴിക്കോട് അങ്ങനെയാണെങ്കിൽ വിശ്വസിച്ച് പോയി വാങ്ങാൻ പറ്റുന്ന സ്ഥലമാണ് നമ്മുടെ ചാത്തമംഗലത്തുള്ള മേഖല കോഴി വളർത്തൽ കേന്ദ്രം. യെസ്, അത് വളരെ പ്രധാനപ്പെട്ട സർക്കാർ മേഖലയിലുള്ള ഒരു ഈ പറയുന്ന എല്ലാ ഇനങ്ങളും നമുക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും. ഈ പറയുന്ന എല്ലാ ഇനങ്ങളല്ല, ഇവിടെ ഗ്രാമശ്രീ ഇനത്തിൽപ്പെട്ട അതുപോലെ തന്നെ കാവേരി അതുപോലത്തെ ഇനങ്ങൾ, അതായത് ലോ ടെക്നോളജി ഇൻപുട്ട് ബേർഡ്സ്, ഒരു വർഷത്തിൽ 180ഓളം മുട്ടകൾ ലഭിക്കുന്ന കോഴികളാണ് ഈ മേഖല കോഴി വളർത്തൽ കേന്ദ്രത്തിലുള്ളത്. അത് ബാക്ക് യാർഡായിട്ട് വളർത്താൻ പറ്റുന്നതാണ്. അത് അടുക്കള മുറ്റത്തെ കോഴി വളർത്തലിന് വേണ്ടിയിട്ടുള്ള കോഴികളാണ്. ഇനി നമുക്ക് BV380 പോലത്തെ കോഴികൾ നമുക്ക് പ്രൈവറ്റ് ആയിട്ടാണ് ഇപ്പം ലഭ്യമാകുന്നത്. അതുപോലെ തന്നെ KSPDC കേരള സ്റ്റേറ്റ് പോൾട്രി ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ BV380 കോഴികൾ നൽകുന്നുണ്ട്. പക്ഷേ എത്രമാത്രം നമുക്ക് അവൈലബിൾ ആക്കാൻ പറ്റും എന്നുള്ളതിൽ മാത്രമേ ഒരു സംശയമുള്ളൂ. നമുക്കൊന്ന് ബന്ധപ്പെട്ട് നോക്കിയാൽ ചിലപ്പോൾ അതും ലഭിക്കുന്നതായിരിക്കും. ഓക്കെ സർ, ഇപ്പം നമുക്ക് ഇങ്ങനെയുള്ള ഇനങ്ങളിലൊക്കെ വെച്ചുകൊണ്ട് ഫാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തിൻ്റെ ലഭ്യതയാണ് അവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്? നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമെങ്കിലും ശ്രദ്ധിക്കാതെ പോകുന്ന പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ഒരു പൈസയും കൊടുക്കാതെ നമുക്ക് കിട്ടുന്ന വെള്ളം.
ലഭ്യത വളരെ കൃത്യമായിട്ട് ഉറപ്പുവരുത്തണം. കാരണം ഒരു കോഴി ഒരു ദിവസം ഏകദേശം 250 മില്ലി വെള്ളം ഉപയോഗിക്കും. എന്ന് പറഞ്ഞാൽ ഒരു 1000 കോഴി നമ്മൾ വളർത്തുന്നുണ്ടെങ്കിൽ ഒരു ദിവസം 250 ലിറ്ററോളം വെള്ളം നമ്മൾ ഉപയോഗിക്കും. അത് പലപ്പോഴും ആളുകൾ ശ്രദ്ധിക്കുന്നില്ല, കാരണം ഫ്രീ ആയിട്ട് അവൈലബിൾ ആയതുകൊണ്ട്. ഈ വെള്ളത്തിൻ്റെ ക്വാളിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെള്ളത്തിൻ്റെ ക്വാളിറ്റി മോശമാണെങ്കിൽ നമ്മുടെ കോഴികളുടെ പ്രൊഡക്ടിവിറ്റിയിലൊക്കെ അത് ബാധിക്കും. അതുപോലെ തന്നെ വെള്ളം pH നോക്കണം, അതുപോലെ തന്നെ കോളിഫോംസ് നോക്കണം. അതൊക്കെ നോക്കിയിട്ട് ക്ലിയർ ആക്കണം. ഹാർഡ് വാട്ടർ ആവരുത്. അപ്പം വെള്ളം നമുക്ക് പൈസ കൊടുക്കാതെ നൽകാൻ പറ്റുന്ന ഒരു റിസോഴ്സാണ്. ആ റിസോഴ്സും കൂടി ഇല്ലാണ്ടായാൽ ആളുകൾ വല്ലാതെ ബുദ്ധിമുട്ടും. മറിച്ച് വെള്ളം സുലഭമാണ്, വെള്ളത്തിൻ്റെ ക്വാളിറ്റിയൊക്കെ വളരെ നല്ലതാണെങ്കിൽ ആ ഒരു വലിയൊരു കാര്യത്തിൽ നമുക്ക് കർഷകന് അധിക ചിലവില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം. ബാക്കിയുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹൈലി പോപ്പുലേറ്റഡ് ആയ സ്ഥലത്തായിരിക്കരുത്, പിന്നെ വേസ്റ്റ് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇടത്തായിരിക്കണം എന്നുള്ളതൊക്കെ കോമൺ ആയിട്ട് പറയുമെങ്കിലും വെള്ളത്തിൻ്റെ കാര്യം ആരും പറയാറില്ല. പക്ഷെ വെള്ളം നല്ല ശുദ്ധമായ വെള്ളമാണെങ്കിൽ കോഴികളുടെ ആരോഗ്യം നന്നാവും, അവർക്ക് നല്ല ലാഭകരമായിട്ട് മുന്നോട്ട് പോകാനും സാധിക്കും. ഇപ്പൊ നമ്മൾ വെള്ളം കൊടുക്കുന്നതിന് വേണ്ടി തന്നെ പുതിയ സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇപ്പൊ വെള്ളം ഡ്രിപ്പായിട്ട് വരുന്ന രീതിയിലൊക്കെ. അപ്പൊ അതിലൊക്കെ ശരിക്കും വെള്ളം നിറച്ചു വെക്കുമ്പോ ഈ സാറ് പറഞ്ഞ പോലെ ഈ കോളി ബാക്ടീരിയ പെരുകാനുള്ള സാധ്യതയുണ്ടല്ലോ. അപ്പൊ അത് ക്ലീൻ ചെയ്യേണ്ടത് ദിവസവും വെള്ളപ്പാത്രവും തീറ്റപ്പാത്രവും ക്ലീൻ ചെയ്യണം. വെള്ളപ്പാത്രം ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളപ്പാത്രം ക്ലീൻ ചെയ്യാതെ വെച്ച് കഴിഞ്ഞാൽ അതിൽ ഒരു വഴുവഴുപ്പ് പോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഈ വഴുവഴുപ്പ് പോലത്തെ സാധനങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ബാക്ടീരിയയും മറ്റ് ഓർഗാനിസംസും വരികയും കോഴികളുടെ ഉൽപ്പാദനത്തെ ബാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് എല്ലാ ദിവസവും തീറ്റപ്പാത്രം വെള്ളപ്പാത്രം ക്ലീൻ ചെയ്ത് വെക്കണം എന്നാണ് പറയുന്നത്. തീറ്റപ്പാത്രം ക്ലീൻ ചെയ്ത് വെച്ചില്ലെങ്കിൽ എന്താണ് ഉണ്ടാകുക വെച്ചാൽ അതിൽ പൂപ്പൽ വരികയും പൂപ്പൽ വിഷബാധ കോഴികളിലേക്ക് വരികയും കോഴിയുടെ ഉൽപ്പാദനത്തെയും അതുപോലെ തന്നെ അതിൻ്റെ ആരോഗ്യത്തെയും നെഗറ്റീവായിട്ട് ബാധിക്കുകയും ചെയ്യും. അപ്പോൾ ഇത് ക്ലീൻ ചെയ്യുമ്പോൾ പൊട്ടാസ്യം പെർമാംഗനേറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യണമെന്ന്? ക്ലീൻ ചെയ്യുമ്പം ഡിറ്റർജൻസ് ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഓക്കെ, പക്ഷേ ഡിറ്റർജൻസ് ഉപയോഗിക്കാൻ പാടില്ലാത്തൊരു സന്ദർഭമാണ്. നമ്മൾ കോഴികളിൽ വാക്സിനേഷൻ കൊടുക്കുകയാണ്, കുടിവെള്ളത്തിലാണ് കൊടുക്കുന്നതെങ്കിൽ ആ ദിവസം ഒരു കാരണവശാലും ഡിറ്റർജൻസ് ഉപയോഗിക്കരുത്. ക്ലീൻ ആക്കിയിട്ട് വാഷ് ചെയ്തിട്ട് മാത്രം നമ്മൾ ആ ദിവസം കോഴികൾക്ക് വാക്സിൻ കൊടുക്കുക. മറ്റുള്ള ദിവസങ്ങളിൽ പാത്രമായാലും തീറ്റപ്പാത്രമായാലും വെള്ളപ്പാത്രമായാലും പിന്നെ ക്ലോറിനേറ്റഡ് വാട്ടർ കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പോൾ വെള്ളത്തിൽ നമുക്ക് ക്ലോറിൻ ടാബ്ലറ്റ്സ് ഒക്കെ ഇട്ടിട്ട് കൊടുക്കുക. അതൊക്കെ വരുന്നത് എപ്പോഴാണെന്ന് പറഞ്ഞാൽ വെള്ളം ശുദ്ധമല്ല എന്ന് തോന്നുന്ന സന്ദർഭങ്ങളിൽ മാത്രമേ അതിൻ്റെ ആവശ്യമുള്ളൂ. അല്ലാത്ത സമയത്ത് ക്ലീൻ വാട്ടർ മാത്രമേ കൊടുക്കേണ്ട കാര്യമുള്ളൂ. ആര്യവേപ്പിൻ്റെ ഇല അല്ലെങ്കിൽ മഞ്ഞളൊക്കെ അരച്ച് വെള്ളത്തിൽ കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം അതൊക്കെ ചെയ്യുന്നത് നല്ലതാണോ? അതൊക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും മഞ്ഞൾ അതിൻ്റെ കുറേ ആൻറ്റിബയോട്ടിക് പ്രോപ്പർട്ടീസ് ഉണ്ട്, ആര്യവേപ്പിന് ആൻറ്റിവൈറൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ആഡ് ചെയ്യുന്നത് എപ്പോഴും നല്ലത് തന്നെയാണ്. പക്ഷേ അതെല്ലാം കോഴികളത് കുടിക്കാതിരിക്കുന്ന ഒരു സ്ഥിതി വിശേഷം ഒഴിവാക്കണം. കോഴികൾക്ക് അത് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ കൂടി നമ്മൾ ഉറപ്പ് വരുത്തണം. ഇഷ്ടമാണ്, അത് കോഴികൾ വെള്ളമൊന്നും ബാക്കി വെക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തണം. ഓക്കെ സർ, നമ്മളിപ്പോൾ ഒരു മുട്ടക്കോഴിയെ തിരഞ്ഞെടുക്കുമ്പോൾ അതിന് ഇപ്പോൾ ഒരു കുഞ്ഞ് പിന്നെ അത് വളർന്ന് മുട്ടയിടുന്ന ഒരു കാലഘട്ടം, അതിനുശേഷം അതിൻ്റെ ആ പീരീഡ് കഴിയുന്നു, അങ്ങനെ ഒരു ജീവിത ചക്രം ഉണ്ടായിരിക്കുമല്ലോ. അതൊന്ന് എങ്ങനെ നമുക്ക് അതിനെ തരംതിരിക്കാം? അത് ശാസ്ത്രീയമായിട്ട് മുട്ടക്കോഴികളുടെ പരിപാലനം എന്ന് പറയുമ്പോൾ നമുക്ക് 3 ഘട്ടമായിട്ട് തിരിക്കാം. അതായത് ചിക്ക് സ്റ്റേജ്, ഗ്രോവർ സ്റ്റേജ്, ലെയർ സ്റ്റേജ്. ചിക്ക് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 8 ആഴ്ച, 9ാമത്തെ ആഴ്ച മുതൽ 18 ആഴ്ച വരെ ഗ്രോവർ സ്റ്റേജ് വളരുന്ന കാലഘട്ടം. പിന്നെ 18 ആഴ്ച കഴിഞ്ഞ് 19 മുതൽ 72 ആഴ്ച വരെ ലെയർ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഉൽപ്പാദന കാലഘട്ടം. ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉൽപ്പാദിപ്പിക്കുന്ന ബേഡ്സിനെയാണ് ലെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ 3ആയിട്ട് തരംതിരിക്കുമ്പോൾ ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഘട്ടത്തിലും നമ്മൾ അനുവർത്തിക്കേണ്ട ശാസ്ത്രീയമായ രീതികൾ വളരെ എളുപ്പത്തിൽ നമുക്ക് കർഷകർക്ക് മനസ്സിലാക്കുന്ന രീതിയിലും കർഷകരെ മാനേജ് ചെയ്യുന്ന രീതിയിലും അതിൽ കുറേ എളുപ്പങ്ങളുണ്ടാവും. അപ്പോൾ ഈ ഓരോ സ്റ്റേജിലും നമ്മൾ കൊടുക്കുന്ന തീറ്റക്രമങ്ങളും തീറ്റയിൽ വ്യത്യസ്തമാണ്. കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് 8 ആഴ്ച വരെയാണ്. 8 ആഴ്ച വരെ ഉള്ളതിൽ ഏകദേശം 20% പ്രോട്ടീനും ഒരു 3000 അല്ലെങ്കിൽ 2900 കിലോ കലോറീസ് പെർ 100 ഗ്രാം എന്നുള്ള രീതിയിലുള്ള ആ ഒരു കോമ്പോസിഷനുള്ള തീറ്റയാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇതിന് ചിക്ക് മാഷ് എന്നാണ് സാധാരണ പറയാം. അപ്പോൾ ചിക്ക് മാഷ് തന്നെ വാങ്ങിക്കൊടുക്കണം. ഇത് കഴിഞ്ഞ് ഗ്രോവർ സ്റ്റേജിലേക്ക് എത്തുമ്പോൾ നമുക്ക് തീറ്റയുടെ പ്രോട്ടീൻ ശതമാനം 16% കുറക്കാം. അതുപോലെ തന്നെ അതിൻ്റെ കലോറീസ് എന്ന് പറഞ്ഞാൽ 2500 കിലോ കലോറീസ് പെർ 100 ഗ്രാം എന്നാക്കാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വളർച്ചയെ റെസ്ട്രിക്റ്റ് ചെയ്യാണ് ഒരു പരിധി വരെ. അതായത് വല്ലാതെ വളരുന്ന കോഴികൾ മുട്ട ഉൽപ്പാദനം കുറയും. അതേസമയത്ത് അധികം വളർച്ചയില്ലാത്ത എന്നാൽ ഒപ്റ്റിമമായിട്ട് വളരുന്ന കോഴികളിൽ
മുട്ട ഉൽപ്പാദനം അതിൻ്റെ കപ്പാസിറ്റി എത്രയാണോ അത്രയും കിട്ടും. ഓക്കെ, അതുകൊണ്ടാണ് ഈ ഗ്രോവർ സ്റ്റേജിൽ ഒന്ന് ഫീഡ് റെസ്ട്രിക്റ്റ് ചെയ്യുന്നത്. ഇനി തിരിച്ച് ഒരു 18 ആഴ്ച കഴിഞ്ഞ് 19ാമത്തെ ആഴ്ച മുതൽ അങ്ങോട്ട് ഒരു 72 ആഴ്ച വരെ ഇത് ഉൽപ്പാദന കാലഘട്ടമാണ്. അപ്പോൾ ആ സമയമാകുമ്പോഴേക്കും പ്രോട്ടീനിൻ്റെ അളവ് 16% നിന്നും 18% ഒന്ന് കൂട്ടും. കാരണം എന്താ, മുട്ട ഉൽപ്പാദനം കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഓരോ ഘട്ടത്തിലുള്ള തീറ്റയിലുള്ള വ്യത്യാസം. അപ്പോൾ ഇത് കൃത്യമായിട്ട് അനുവർത്തിച്ചാൽ മാത്രമേ ആ ബ്രീഡിൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള ഉൽപ്പാദനം നമുക്ക് കിട്ടുള്ളൂ. ഇപ്പം നമ്മൾ വീട്ടിൽ നിന്ന് വേസ്റ്റ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതെന്തൊക്കെ നമുക്ക് കൊടുക്കാം, എന്തൊക്കെ കൊടുക്കാതെ ഇരിക്കാം? യെസ്, വെരി ഗുഡ്. ഇതിൽ വേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, BB380 പോലത്തെ അത്യുൽപാദന കോഴികൾക്ക് വേസ്റ്റ് കൊടുത്തിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല. അതേ സമയത്ത് അടുക്കള മുറ്റത്ത് അത് അഴിച്ചു വിട്ട് വളർത്തുന്ന കോഴികൾ, അതായത് നമ്മൾ 180 മുട്ടകൾ മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന കോഴികൾ, അതിനെയാണ് നമുക്ക് വേസ്റ്റ് കൊടുത്ത് വളർത്താൻ പറ്റുന്നത്. അപ്പോൾ അതിലാണ്, പക്ഷേ ആ വേസ്റ്റ് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ അത് മേക്കപ്പ് ചെയ്യാൻ പറ്റില്ല. 50% ഓഫ് ദ ഫീഡ് നമ്മൾ കൊടുക്കണം. ഒരു കോഴി സാധാരണഗതിയിൽ 120 ഗ്രാമാണ് കഴിക്കുന്നത്. അപ്പോൾ നമ്മളൊരു 60 ഗ്രാം അല്ലെങ്കിൽ 50 ഗ്രാമെങ്കിലും തീറ്റ നമ്മൾ കൊടുക്കുക. ബാക്കിയുള്ളത് മാത്രമേ അവർ വേസ്റ്റായിട്ട് കഴിക്കാൻ പാടുള്ളൂ. ആ വേസ്റ്റിൽ നമുക്ക് ഉൾപ്പെടുത്താൻ അങ്ങനെ പറ്റാത്തതായിട്ടൊന്നുമില്ല. പിന്നെ ചോറ് മാത്രം കൊടുത്ത് അധികം കൊടുത്തു കഴിഞ്ഞാൽ വല്ലാതെ ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോഴെന്താവും, ഇത് തടി കൂടും, അപ്പം മുട്ട ഉൽപ്പാദനം കുറയും. അപ്പോൾ ചോറ് മാത്രം കൊടുക്കുക എന്ന് പറയുന്ന പരിപാടി നമ്മൾ വേസ്റ്റിൽ ഒഴിവാക്കുക. പകരം ചോറിനോടൊപ്പം തന്നെ പ്രോട്ടീനായിട്ടുള്ള മീൻ വേസ്റ്റും അതുപോലത്തെ സാധനങ്ങളൊക്കെ അതിൽ വന്നാലാണ്. ഇപ്പം സാധാരണ പല പദ്ധതി പ്രകാരവും കർഷകരിലേക്ക് എത്തുന്ന ഈ കോഴിക്കുഞ്ഞുങ്ങൾ നമ്മുടെ മേഖല കോഴി വളർത്തൽ കേന്ദ്രത്തിൽ നിന്നും ലഭിക്കുന്നവയാണല്ലോ. അപ്പോൾ അവിടെ എത്രത്തോളം പരിചരണം കഴിഞ്ഞ കുഞ്ഞുങ്ങളെയാണ് നമുക്ക് ലഭ്യമാകുന്നത്? പ്രധാനമായിട്ട് നമ്മളെ മേഖല കോഴി വളർത്തൽ കേന്ദ്രത്തിൽ ചെയ്യുന്ന കാര്യം, ഒരു ദിവസം പ്രായമായ മുട്ടക്കോഴി കുഞ്ഞുങ്ങളെ എഗ്ഗർ നഴ്സറികളിൽ കൊടുക്കും. അപ്പോൾ ഈ എഗ്ഗർ നഴ്സറികൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 45 മുതൽ 60 ദിവസം വരെ വളർത്തും. ആ പീരീഡിൽ അവർ വാക്സിനേഷൻസ് കൊടുക്കും. എന്നിട്ട് ഇതിനെ നമ്മുടെ പഞ്ചായത്ത് തല സ്കീമുകളിലേക്ക് വിതരണം ചെയ്യും. ഇത് ആണ് ചാത്തമംഗലം പോൾട്രി ഫാം അല്ലെങ്കിൽ നമ്മുടെ മേഖലാ കോഴി വളർത്തൽ കേന്ദ്രം, മുണ്ടയാട് മേഖലാ കോഴി വളർത്തൽ കേന്ദ്രം, ഇവിടെയൊക്കെ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ജോലി. അപ്പോൾ അത് വളരെ വലിയ ഇമ്പാക്റ്റും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കർഷകർ ആ ഒരു ഫീൽഡിലേക്ക് ഒത്തിരി പേര് ഇറങ്ങിയിട്ടുണ്ട്, ഒത്തിരി പേര് വന്നിട്ടുണ്ട്. മാത്രമല്ല പഞ്ചായത്തുകളിൽ ഈ സ്കീമുകൾ വെച്ചത് കൊണ്ട് തന്നെ അത് ഗ്രാമീണ മേഖലയിൽ മുട്ട ഉൽപ്പാദനത്തിന് വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ പലരും ചോദിച്ചിട്ടുണ്ട്, ഇതെന്തിനാണ് എത്രയോ വർഷമായാലും ജനകീയ ആസൂത്രണം തുടങ്ങിയിട്ട് എത്ര കാലമായി കോഴീനെ വിതരണം ചെയ്യുന്നത്, ഇതുവരെ അതിൽ നമുക്ക് സ്വയം പര്യാപ്തത എത്താൻ പറ്റിയിട്ടില്ലെന്ന്. അത് ശരിക്കും കോഴിയുടെ വളർച്ചയുടെ ഘട്ടങ്ങളെപ്പറ്റി അറിയാത്തത് കൊണ്ടുള്ള ചോദ്യമാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ 72 ആഴ്ച കഴിയുമ്പോഴേക്കും ഈ കോഴിയുടെ പ്രൊഡക്ഷൻ കാലഘട്ടം കഴിയും. പിന്നീട് അടുത്ത പ്രൊഡക്ഷൻ കാലഘട്ടം വരെ കർഷകൻ തീറ്റ മാത്രം കൊടുത്തിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം അത് ലാഭകരമല്ല അവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ. അതുകൊണ്ട് എല്ലാ 1.5 വർഷം കൂടുമ്പോഴും കോഴികളെ വിതരണം ചെയ്ത് കൊടുക്കുക എന്നുള്ളത് ഗവൺമെൻറ് ഒരു ഉത്തരവാദിത്തമാണ്. അതൊരിക്കലും തീരുന്ന ഒരു സാധനമല്ല. അതുകൊണ്ട് അത് കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഇപ്പോൾ സാർ പറഞ്ഞു ഈ ചിക്ക് സ്റ്റേജ്, അപ്പോൾ ഈ രീതിയിൽ വിതരണം ചെയ്ത് കിട്ടുന്ന കോഴിക്കുഞ്ഞുങ്ങളും ആ ഒരു ചിക്ക് സ്റ്റേജിലാണല്ലോ കർഷകന്റെ കയ്യിലേക്ക് വരുന്നത്. ഡേ ഓൾഡ് ചിക്സിനാണ് ആദ്യം കിട്ടുന്നത്. ആർക്ക്? എഗ്ഗർ നഴ്സറിക്കാർക്ക് കിട്ടുന്നത് ഒരു ദിവസം പ്രായമായ ചിക്സിനെയാണ്. അപ്പം എന്തിനാണ് ഗവൺമെൻറ് എഗ്ഗർ നഴ്സറികൾ സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കർഷകനെ സംബന്ധിച്ചുള്ള ഒരു ദിവസം പ്രായമായ കോഴിയെ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ എങ്ങനെ വളർത്തണമെന്ന് കൃത്യമായിട്ട് അറിയില്ല. പക്ഷേ ഈ എഗ്ഗർ നഴ്സറിക്കാരെ ഗവൺമെൻറ് നേരത്തെ പഠിപ്പിച്ച് അവർ എങ്ങനെയാണ് വാക്സിനേഷൻ കൊടുക്കേണ്ടത്, ആദ്യ ദിവസങ്ങളിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് പഠിപ്പിച്ചിട്ടാണ് വിടുന്നത്. ഇനിയിപ്പം അവിടെ എന്തൊക്കെ ചെയ്യുന്നതെന്നുള്ളത് ഒരു കർഷകൻ അറിയുകയാണെങ്കിൽ കർഷകന് നേരിട്ട് ഒരു ദിവസം പ്രായമായ കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങി ഇവർ ചെയ്യുന്ന അതേ കാര്യങ്ങൾ അവർക്കും ചെയ്യാൻ പറ്റും. അതൊന്ന് സാർ വിവരിക്കാം, ഒരു കോഴിക്കുഞ്ഞിനെ നമ്മൾ ഏത് രീതിയിൽ? ഓക്കെ, അതിൻ്റെ ഒരു കാര്യം ചെയ്യാം. ആദ്യത്തെ ദിവസം എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് ഹാച്ചറിൽ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ, ഇത് ഒന്ന് അതിനെ സെക്സിങ് നടത്തും. എന്തിനാ? മെയിലും ഫീമെയിലും ആക്കി തിരിച്ചറിയും. ആദ്യത്തെ ദിവസം മാത്രമേ അത് സാധിക്കൂ എന്നുള്ളതാണ്. പിന്നെ നമുക്ക് 1.5 മാസം കഴിഞ്ഞിട്ടാകുമ്പോൾ അതിൻ്റെ പൂവും ഒക്കെ വളർച്ചയൊക്കെ നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ ആദ്യത്തെ ദിവസം ചെയ്യുന്നത് 3 ദിവസം കഴിഞ്ഞാൽ പിന്നെ ചെയ്യാൻ പറ്റില്ല. വെൻഡ് സെക്സിങ് അതിന് പറയാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മലദ്വാരത്തിൻ്റെ ഭാഗത്ത് നോക്കിയിട്ട് അതിന് സ്കില്ല് വേണം. ഒരു ചെറിയ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു പാപ്പില്ല പോലെ ഒരു സാധനം ഉണ്ടാവും. അപ്പോൾ അതിനെ നോക്കിയിട്ടാണ് ഇതിനെ സെക്സിങ് നടത്തുന്നത്. അതിന് അവരുടെ പേര് സെക്സർ എന്നാണ് ഇന്നും പേര് കൊടുത്തിരിക്കുന്നത്. അപ്പം അവർ വളരെ സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പം 96% അതിന് ആക്യുറസി ഉണ്ട്. അപ്പോൾ ഇങ്ങനെ മെയിലും ഫീമെയിലും എന്തിനാണ് തിരിച്ചറിയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മുട്ടക്കോഴി വളർത്തുന്ന നേരം മുട്ട ഉൽപ്പാദിപ്പിക്കാൻ പൂവൻ വേണ്ട. അത് പലർക്കും അറിയില്ല.
അപ്പോൾ പൂവനില്ലാതെ തന്നെ കോഴികൾ അതിൻ്റെ കപ്പാസിറ്റികളിൽ മുട്ട ഉൽപ്പാദിപ്പിച്ചുകൊണ്ടേയിരിക്കും. പൂവനെയും കൂടി നമ്മളവിടെ വെച്ച് കഴിഞ്ഞാൽ പൂവൻ കൂടുതൽ തീറ്റ കഴിക്കും. തീറ്റ ചിലവാണ് ഇപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിലവ് വരുന്നത്. 70% ചിലവ് തീറ്റയിലാണ്. അപ്പം പൂവൻ കൂടുതൽ കഴിക്കുകയും വടക്ക് ആവശ്യത്തിനുള്ള തീറ്റ കിട്ടാതിരിക്കുകയും സ്ഥിതിവിശേഷം ഉണ്ടാവുകയും ചെയ്യും. അതിൻ്റെ പ്രൊഡക്ഷൻ കുറയുകയും ചെയ്യും. കർഷകന് മുട്ട ഉൽപ്പാദനം എന്നുള്ള രീതിയിലുള്ള ആവശ്യമില്ലാത്തൊരു പൂവനെയാണ് കർഷകൻ വളർത്തിക്കൊണ്ട് അതിനെ ഒഴിവാക്കേണ്ട സാധനമാണ്. ഇതാണ് ആദ്യത്തെ ദിവസം സെക്സിങ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഫീമെയിലിനെ മാത്രമാണ് തരിക. ചിലപ്പോൾ അതിൽ 100-ൽ ഒരു 3-4 എണ്ണം ചിലപ്പം പൂവനായിക്കൂടാന്നില്ല. അപ്പോൾ ഇതാണ് ആദ്യത്തെ ദിവസം കിട്ടുന്നത്. പിന്നെ നമ്മൾ പുറത്തഴിച്ച് വിട്ട് വളർത്താത്ത കോഴികളായതുകൊണ്ട് കൊക്ക് കട്ട് ചെയ്യുന്ന പരിപാടിയൊന്നും ഇല്ല. കാരണം പുറത്തഴിച്ച് വിട്ട് വളർത്തുന്ന കോഴികളുടെ കൊത്തി തിന്നേണ്ടത് കൊണ്ട് അതിൻ്റെ ഡീബീക്കിംഗ് എന്ന് പറയുന്ന കൊക്ക് കട്ട് ചെയ്യുന്ന പരിപാടികളില്ല. പിന്നെ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ആദ്യത്തെ ദിവസം കൊടുക്കുന്ന വാക്സിനാണ് മാരക്സ് ഡിസീസ് വാക്സിൻ. അപ്പോൾ ഈ മാരക്സ് ഡിസീസ് വാക്സിനും അതുപോലെ തന്നെ സെക്സിങ്ങുമാണ് പ്രധാനമായിട്ടും മേഖലാ കോഴി വളർത്തൽ കേന്ദ്രങ്ങളിൽ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ ദിവസം കർഷകന് നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളെ കൊടുക്കുമ്പോൾ കർഷകൻ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തള്ളക്കോഴി ഇല്ലാതെ വളരുന്ന കോഴികളാണ്. ചൂട് കിട്ടണം. അപ്പോൾ ഈ ചൂട് കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യമേ സെറ്റ് ചെയ്യുന്നതിനാണ് ബ്രൂഡിംഗ് എന്ന് പറയുന്നത്. ഇത് ഏകദേശം ഒരു 7 ദിവസം മുതൽ 21 ദിവസം വരെ ചൂട് കൊടുക്കണം. അപ്പോൾ ഇതിനെ സെറ്റ് ചെയ്യുമ്പോൾ വളരെ ശാസ്ത്രീയമായിട്ട് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനം തുടങ്ങുന്നത് ശരിക്കും 2 ആഴ്ച മുമ്പെയാണ്. എന്ന് പറഞ്ഞാൽ ആ കർഷകൻ്റെ വീട്ടിൽ ചിലപ്പം കുറേ കോഴികളുണ്ടാവും. ആ കോഴികളൊക്കെ മാറ്റിയിട്ടായിരിക്കും ഇത് തുടങ്ങേണ്ടത്. അപ്പോൾ എല്ലാം കംപ്ലീറ്റ് വൈറ്റ് വാഷ് എല്ലാം ചെയ്ത് അവിടെ നേരത്തെ ഉണ്ടായിരുന്ന പാത്രങ്ങൾ മുഴുവൻ മാറ്റി അവിടെ ലിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈർച്ചപ്പൊടി, ചിപ്പിളിപ്പൊടി ഇതൊക്കെ വിരിച്ചു കൊടുക്കുന്നതിനാണ് ലിറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലിറ്റർ നേരത്തെ ശേഖരിച്ച് വെക്കണം. എന്നിട്ട് അത് ഉണക്കി വെക്കണം. എന്നിട്ടാകുമ്പോൾ വൈറ്റ് വാഷെല്ലാം ചെയ്ത് കഴിഞ്ഞ് നേരത്തെയുള്ള ഈ ചലന്തി വലയും കാര്യങ്ങളൊക്കെ മാറ്റി അങ്ങനെ 2 ആഴ്ചയെങ്കിലും ഇതിനെ ഒരു കോഴിയും ഇല്ലാത്ത ഒരു ഷെഡാക്കി നിർത്തണം. ഇതിനെയാണ് ഡൗൺ പീരീഡ് എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഡൗൺ പീരീഡ് എന്ന് പറഞ്ഞാൽ മാറ്റി നിർത്തി ഈ ഷെഡിലേക്കാണ് നമുക്ക് പുതിയ കോഴിക്കുഞ്ഞുങ്ങൾ വരുന്നത്. അപ്പം പുതിയ കോഴിക്കുഞ്ഞുങ്ങൾ വരുമ്പോൾ ആ ഷെഡ് ഒരു രോഗാണുക്കളില്ലാത്ത വളരെ നല്ല ഹൈജീനിക് ആയിട്ടുള്ള ഷെഡായിരിക്കണം. കോഴിക്കുഞ്ഞുങ്ങൾ വന്നു കഴിഞ്ഞിട്ട് ചൂട് കൊടുത്താൽ പോരാ, ബ്രൂഡർ സെറ്റ് ചെയ്യണം. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരു ചിക്ക് ഗാർഡ് എന്ന് പറയും. ചിക്ക് ഗാർഡ് വെച്ച് ഏകദേശം ഒരു 5 അടി വ്യാസമുള്ളതിൽ 250 കോഴിക്കുഞ്ഞുങ്ങളെ നമുക്ക് ബ്രൂഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ചിക്ക് ഗാർഡ് വെച്ച് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ലിറ്റർ എന്ന് പറഞ്ഞ ഈർച്ചപ്പൊടിയോ അല്ലെങ്കിൽ ചിപ്പിളിപ്പൊടിയോ അങ്ങനെ അല്ലെങ്കിൽ ചകിരിച്ചോറോ അതെല്ലാം നല്ലോണം ഉണക്കിയെടുത്ത് ചകിരിച്ചോറ് വിരിച്ച് അതിൻ്റെ മുകളിൽ ന്യൂസ് പേപ്പർ ഇട്ട് അതിൽ തീറ്റപ്പാത്രവും വെള്ളപ്പാത്രവും ആൾട്ടർനേറ്റ് ആയിട്ട് വെച്ച് എന്ന് പറഞ്ഞാൽ ഒരു തീറ്റപ്പാത്രം വെക്കുക, പിന്നെ വെള്ളപ്പാത്രം വെക്കുക, പിന്നെ തീറ്റപ്പാത്രം വെക്കുക, അങ്ങനെ വെച്ച് പിന്നെ ഒരു കോഴിക്കുഞ്ഞിന് ചൂടെന്ന് പറഞ്ഞാൽ 1 വാട്ടിൻ്റെ ചൂട് വേണം. അപ്പോൾ 1 വാട്ട് ബൾബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 250 കോഴിക്കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ 250 വാട്ട് വേണം. ഇപ്പോൾ 60 വാട്ടിൻ്റെ ആണെങ്കിൽ ഒരു 4 ബൾബ് ചൂട് സെൻറ്ററിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിന് ചുറ്റുമാണ് നമ്മൾ ചിക്ക് ഗാർഡ് വെച്ചിട്ട് കോഴിക്കുഞ്ഞുങ്ങൾ അതിൽ നിർത്തുന്നത്. അപ്പം ഇത് കോഴിക്കുഞ്ഞുങ്ങൾ വരുന്നതിന് മുമ്പേ തന്നെ ലൈറ്റ് ഓൺ ചെയ്ത് വെക്കണം. കോഴിക്കുഞ്ഞുങ്ങൾ വരുമ്പോഴത്തേക്ക് ആ ചൂട് അവിടെ ഉണ്ടാവണം. അതുപോലെ തന്നെ വെള്ളം ചൂടായി പോകാതിരിക്കാൻ വെള്ളം ഒരിക്കലും ഈ ചൂടിൻ്റെ നേരെ അടിയിൽ കൊണ്ടുപോയി വെക്കാൻ പാടില്ല. വെള്ളമെല്ലാം ചുറ്റുമായിട്ട് അറ്റത്തോട്ടായിട്ട് തന്നെ വെക്കേണ്ടത്. ഇങ്ങനെ വെച്ചിട്ട് വേണം നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളെ ഈ ബ്രൂഡറിൻ്റെ ഉള്ളിലേക്ക് വെക്കാൻ. അപ്പോൾ കോഴിക്കുഞ്ഞുങ്ങളുടെ സ്വഭാവം ശരിക്കും നിരീക്ഷിക്കുക. ചൂട് കൂടുതലാണെങ്കിൽ എന്താ സംഭവിക്കുക? കോഴിക്കുഞ്ഞുങ്ങൾ കംപ്ലീറ്റ് ആയിട്ടും ഈ ഹീറ്റ് സോഴ്സിൽ നിന്ന് അകലെ പോയി നിൽക്കും. അതേസമയത്ത് ചൂട് വളരെ കുറവാണെങ്കിൽ ഇതെല്ലാം കൂട്ടമായിട്ട് നിൽക്കും. അതേസമയത്ത് ചൂട് കറക്റ്റ് ആണെങ്കിലോ വളരെ കൃത്യമായിട്ട് എല്ലാ സ്ഥലത്തും ഏകദേശം ഒരുപോലെ ഉണ്ടാവും. 35 ഡിഗ്രിയാണ് ആദ്യത്തെ ദിവസം ചൂട് വേണ്ടത്. അപ്പോൾ ഇത് കോഴിക്കുഞ്ഞുങ്ങളുടെ സ്വഭാവം കൂടി നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതേസമയത്ത് നമ്മൾ ഇൻഫ്രാറെഡ് ബൾബാണ് കൊടുക്കുന്നതെങ്കിൽ ഒരൊറ്റ ബൾബിൽ 250 കോഴിക്കുഞ്ഞുങ്ങളെ വെക്കാം. ചില കറണ്ട് ഇല്ലാത്ത സ്ഥലത്ത് എന്ത് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാസ് ബ്രൂഡിംഗ് ഉണ്ട്. ഒരു 1250 കോഴിക്കുഞ്ഞുങ്ങളെല്ലാം ഒറ്റ ഗ്യാസ് ബ്രൂഡറിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ LMTCയിലൊക്കെ ക്ലാസ്സുകൾ നൽകുന്നുണ്ട്. ആ ക്ലാസ്സിൽ നിന്ന് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് കർഷകർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏതായാലും ഈ ചൂട് കൊടുക്കുക എന്നുള്ള പ്രക്രിയ വളരെ പ്രാധാന്യമുള്ളതാണ്. പോഷകങ്ങളുടെ കലവറയായ മുട്ടയും മുട്ടക്കോഴി വളർത്തലും. മൃഗസംരക്ഷണ വകുപ്പിൽ നിന്ന് അസിസ്റ്റന്റ് ഡയറക്ടർ പൗൾട്രിയായി വിരമിച്ച ഡോക്ടർ പി ഗിരീഷ് കുമാർ പങ്കെടുത്ത അഭിമുഖ സംഭാഷണത്തിന്റെ ആദ്യ ഭാഗമാണ് ഇന്നത്തെ വയലും വീടും പരിപാടിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഈ അഭിമുഖ സംഭാഷണത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ വൈകുന്നേരം 6:50 വയലും വീടും പരിപാടിയിൽ കേൾക്കാം.
വയലും വീടും സമാപിക്കുന്നു.